മോട്ടീവ് എന്താ? സീരിയൽ കില്ലർ ആണെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. ഉണ്ടായിരിക്കും, പക്ഷെ സുജാതയുടെ നോവലിലെ പോലെ മോട്ടീവേ ഇല്ലാതെ കൊല്ലുന്ന ഒരു മോട്ടീവ് ആയിരുന്നാലോ? എൻ്റെ അമ്മോ, തുടങ്ങിയല്ലോ അവള്. ഇയാളാണ് നമ്മുടെ ജാക്ക് ദി റിപ്പർ. എന്താ ജാക്കി ചാൻ്റെ പടവ്? പുസ്തകം വായിച്ചാലല്ലേ അറിവുണ്ടാവും. ജാക്ക് ദി റിപ്പർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു റിയൽ ലൈഫ് സീരിയൽ കില്ലർ. ലണ്ടനിൽ പണ്ട് 1888 നടന്നൊരു കഥയാണ്. എങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കഥയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് നിന്റെ തലമുറ തെരച്ചു പോകും. നീ എന്താ വായിക്കുന്നത്? ഞാൻ പഠിക്കുന്നതെല്ലാം അനാട്ടമി, ബയോളജി, കെമിസ്ട്രി. ശരി, അത് വിട്. നമ്മുടെ ജാക്കിൻ്റെ കഥ പറ. ജാക്ക് ദി റിപ്പർ ലേഡീസിനെയും സെക്സ് വർക്കേഴ്സിനെയും കൊല്ലുന്ന ഒരാള്. അവസാനം ഒരു ഡോക്ടറാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആരെന്നറിയാൻ വയ്യാത്തൊരു വലിയ കൊലപാതകി. ഛേ, എന്ത് കഥയത്? ക്ലൈമാക്സ് ഇല്ലാത്ത അവാർഡ് പടം മാതിരി. ശരി, ഇതെല്ലാം വെച്ച് നീ എന്താ പറയുന്നത്? നമ്മൾ ഈ കേസ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്നോ? ഒന്ന് പോടാ, ടൈമായി, നമുക്ക് പോയാലോ? ഈ ടെൻഷനൊന്നും മാറാൻ ഒരു ചിൽഡ് ബീർ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. എന്തായാലും എന്റെ കാശിന് കുടിക്കണം. പിന്നെ തണുത്താക്കുന്നതില്ല, ചൂടുള്ള ബീർ വാങ്ങിച്ചു ശരി ശരി, എൻ്റെ പൊന്നെ. കൊല ചെയ്യപ്പെട്ട ശിവാനന്ദൻ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എത്രയാ സാർ? ഫുൾ ടാങ്ക് അടിച്ചു. സാർ മീറ്റർ നോക്കോളൂ. സാർ ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ജോ, വേറെ അറിയൂ? ഓഫീസിലുണ്ട് ചീഫ്. ശിവാനന്ദനും രമ്യയും ഇവർക്ക് വിഷ്ണു എന്ന ലോയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ ചീഫ്. വിഷ്ണു എന്നൊരാൾ ലിസ്റ്റിലുണ്ട്. പക്ഷെ ശിവാനന്ദ്, ഡോക്ടർ രമ്യ, വിഷ്ണു ഇവർ മൂന്നുപേരും കൂടി ഇടപെട്ട കേസുകളൊന്നും കാണുന്നില്ല. വാട്ട്? കേസ് ഫയൽ ചെയ്ത് പ്രോസിക്യൂഷൻ കേസ് നടത്തിയാൽ മാത്രമേ നമ്മുടെ ഡേറ്റാബേസിൽ ഉണ്ടാവൂ ചീഫ്. ദാറ്റ്സ് ഇറ്റ്. ആ കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പേ അവസാനിച്ചു. ലോയർ വിഷ്ണു ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചീഫ്, അയാൾ ജനിച്ച ജൂലൈയില്ല. സോ കില്ലറുടെ മൂന്നാമത്തെ ടാർഗറ്റ് വിഷ്ണു ആണോ? അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ആദ്യം വിഷ്ണുവിനെ രക്ഷിക്കണം. അയാൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ നോക്കണം. അയാളുടെ ഫാമിലി, ഫ്രണ്ട്സ് ആരായിരുന്നാലും ശരി, ട്രൈ ടു ഗെറ്റ് ഹിസ് നമ്പർ. നെറ്റിൽ ജസ്റ്റ് ഡയൽ നോക്കാം സർ. നോ, നമ്മുടെ IT ട്രൈ ചെയ്യും. ചീഫ് നമ്പർ കിട്ടി. വീട്ടിൽ 2 പേർ, ഓഫീസിൽ 2 പേർ. കോൺസ്റ്റബിൾസിനെ വാച്ച് ചെയ്യാൻ ഏർപ്പാടാക്കും. നമ്മുടെ പെട്രോളിംഗ് ഓഫീസേഴ്സിനെ ഇൻഫോം ചെയ്യും. നമ്മളൊരു ബ്ലാക്ക് സ്കോർപ്പിയോ ആണ് സെർച്ച് ചെയ്യുന്നത് പറയും. ഇപ്പോൾ ശ്രമിച്ചാൽ അവനെ പിടിക്കാം. ബി കെയർഫുൾ. വെപ്പണുമായി വേണം പോകാൻ. കീപ് ഇൻ ടച്ച്. വിഷ്ണുവിന്റെ നമ്പർ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം. ബട്ട് പെട്ടെന്ന് എങ്ങനെ വിഷ്ണു? മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. അറ്റൻഷൻ ടു ഓൾ യൂണിറ്റ്സ് നിയർ അടയാർ ഏരിയ. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ സ്കോർപിയോ കാർ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഇൻഫോം ചെയ്യണം. 25 വയസ്സുള്ള, ഉദ്ദേശം 168 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാളെയാണ് നമ്മൾ തിരയുന്നത്. എല്ലാവരും അലേർട്ടായിരിക്കണം.